ദൈവത്തിന് സ്തുതി. എന്നെ കേൾക്കുന്ന ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വന്ദനം. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നേരെ അകാരണമായ ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ നാം വലിയ മാനസിക വേദന അനുഭവിക്കാറുണ്ട്. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് അഭിമുഖീകരിക്കുന്നത് അത്തരമൊരു പ്രതിസന്ധിയാണ്. തനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവരെ കുറിച്ച് അവൻ ദൈവത്തോട് പരാതി പറയുന്നില്ല. മറിച്ച് നീതി നടത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ തൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു. എന്നെ പിന്തുടരുന്നവരെ നിന്നെല്ലാം എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. സങ്കീർത്തനം 7:1 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു കൊച്ച് കഥ പറഞ്ഞുകൊള്ളട്ടെ. ഒരിക്കലൊരു ഗ്രാമത്തിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു. ഒരു ദിവസം ചിലർ ആ മരത്തെ വെട്ടിമുറിക്കാൻ തീരുമാനിച്ചു. അവർ കോടാലി എടുത്ത് മരത്തിൻ്റെ തടിയിൽ ആഞ്ഞു വെട്ടി. മരം വല്ലാതെ വേദനിക്കുകയും മുറിപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ മരത്തിലെ കൊമ്പിലിരുന്ന ഒരു പക്ഷി ചോദിച്ചു, നിനക്ക് വേദനിക്കുന്നില്ലേ? എന്തുകൊണ്ട് നിന്നെ ഉപദ്രവിക്കുന്നവരെ തടയുന്നില്ല? മരം ശാന്തമായി പറഞ്ഞു, ഞാൻ എൻ്റെ വേരുകൾ ആഴത്തിൽ ഈ മണ്ണിലേക്കാണ് ഇറക്കിയിരിക്കുന്നത്. അവർക്ക് എൻ്റെ കൊമ്പുകളെ വെട്ടാൻ സാധിക്കും, പക്ഷേ എൻ്റെ വേരുകൾ തൊടാൻ അവർക്ക് കഴിയില്ല. ഞാൻ മണ്ണിൽ നിന്ന് പോഷകങ്ങൾ സ്വീകരിച്ച് തളരാതെ നിൽക്കും. നമ്മുടെ ജീവിതത്തിൽ ആളുകൾ നമ്മളെ വേദനിപ്പിക്കാൻ കോടാലികളുമായി വന്നേക്കാം. എന്നാൽ നമ്മുടെ വേരുകൾ ദൈവമാകുന്ന പാറയിൽ ആഴത്തിലിറക്കിയാൽ പുറമെ എന്ത് കഷ്ടത വന്നാലും നമുക്ക് തളരാതെ നിൽക്കാം. ദാവീദ് ചെയ്തത് അതുതന്നെയാണ്. അവൻ തൻ്റെ നീതിക്കായി ആളുകളോട് തർക്കിച്ചില്ല. മറിച്ച് നീതിമാനായ ദൈവത്തെ തൻ്റെ സംരക്ഷകനായി തെരഞ്ഞെടുത്തു. സങ്കീർത്തനം 7 നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് മൂന്ന് പ്രധാന കാര്യങ്ങളാണ്. ദൈവത്തിൽ ശരണം വെക്കുക. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഒരിടം ദൈവമാണ്. ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം, പക്ഷെ ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നവനാണ്. നിന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാവരെയും നീ രക്ഷിക്കുന്നു എന്ന് നമ്മൾ പലയിടത്തും വായിക്കാറുണ്ട്. നീതി നടത്തുന്ന ദൈവം. യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു. വാക്യം 8 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കാര്യങ്ങൾ നാം തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും കുഴപ്പങ്ങളിൽ അവസാനിക്കും. എന്നാൽ ദൈവത്തെ ന്യായാധിപനായി വെക്കുമ്പോൾ അവിടെ നിന്ന് തക്ക സമയത്ത് നീതി നടപ്പിലാക്കും. ദൈവത്തിൻ്റെ സ്തുതി. സങ്കീർത്തനത്തിൻ്റെ അവസാനം ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ അവൻ്റെ നീതിക്കൊത്തവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തെ കീർത്തനം ചെയ്യും. വാക്യം 17. പ്രശ്നങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നതാണ് വിശ്വാസത്തിൻ്റെ ഉന്നത നിലവാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? നിങ്ങൾ നീതിക്കായി കാത്തിരിക്കുകയാണോ? തളരരുത്. നിങ്ങളുടെ വേരുകൾ ദൈവത്തിൽ ആഴത്തിൽ ഇറക്കുക. ദൈവം നിങ്ങളുടെ നീതിയെ വെളിച്ചം പോലെ തെളിയിക്കും. ആ ഉറപ്പോടെ നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തെ നേരിടാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ എല്ലാ നീതിയും നിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ വിടുവിക്കണമേ. ആമേൻ.